എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സാമ്പത്തിക കുറ്റങ്ങൾ കണ്ടുപിടിച്ച് രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഒരു സംവിധാനത്തെ വാഷിംഗ് മെഷീൻ എന്ന് പേരിട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിളിക്കേണ്ടി വന്നത് 70 വർഷം ചരിത്രമുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടെ കേന്ദ്ര സർക്കാർ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പേരിലാണ്. നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകരമാകുന്ന PMLA പോലെയുള്ള ഫെമ പോലെയുള്ള നിയമങ്ങളെ ലംഘിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാധ്യസ്ഥമാണ്. എന്നാൽ അഴിമതിക്ക് വിധേയരായി എന്ന് സംശയിക്കുന്ന ആളുകൾ, അവർ പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ അവരെ ED കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ഒരു ഘട്ടത്തിനു ശേഷം അവർ അവരുടെ പാർട്ടി ഉപേക്ഷിച്ച് BJPയിൽ ചേരാൻ തയ്യാറാകുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അന്വേഷണം അവസാനിപ്പിക്കുകയോ അവർക്ക് ക്ലീൻ ഷീറ്റ് നൽകുകയോ ചെയ്യുന്നതിലൂടെയാണ് അഴിമതിക്കാരെ ആളുകളെ വെളുപ്പിച്ചെടുത്ത് BJPയുടെ നേതാക്കന്മാരാക്കാൻ സഹായിക്കുന്ന ഒരു മെഷീൻ എന്ന നാമധേയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേടാൻ കഴിഞ്ഞത്. നോക്കൂ, രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ചില മുഖ്യമന്ത്രിമാർ, ഏറ്റവും അവസാനം ബംഗാൾ മുഖ്യമന്ത്രിയായി BJPക്ക് വേണ്ടി അധികാരമേറ്റ ശ്രീ സുവേന്ദു അധികാരി, അദ്ദേഹം നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തിനെതിരെ ശക്തമായ സമീപനങ്ങൾ തുടങ്ങിവെച്ച സമയത്ത് അദ്ദേഹം EDയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് BJPയിൽ ചേർന്നുകൊണ്ടാണ്. അദ്ദേഹമാണ് ഇന്ന് ബംഗാളിൻ്റെ BJPയുടെ മുഖ്യമന്ത്രി. നമുക്കറിയാവുന്ന പോലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ അജിത് പവാർ ED അന്വേഷണത്തെ ഭയന്ന് BJPയോടൊപ്പം ചേക്കേറിയ ആളാണെന്ന് സംശയം ഇപ്പോഴും അവിടെ ശക്തമാണ്. ഹേമന്ത് ശർമ്മ എന്ന മുൻ ആസാമിലെ കോൺഗ്രസ് നേതാവ് ED അന്വേഷണം ശക്തമാകുമ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് BJPയിൽ ചേക്കേറിയതെന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ആസാമിൻ്റെ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി തുടരുന്നു. TDP നേതാവ് ശ്രീ ചന്ദ്രബാബു നായിഡു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തരമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിൽപ്പെടുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം NDAയുടെ സഖ്യകക്ഷിയായി മാറുകയും EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി വാഴുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ, ദേശീയതയെ സംരക്ഷിക്കേണ്ട ED BJPക്ക് വേണ്ടിയുള്ള വാഷിംഗ് മെഷീനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാകുമ്പോഴാണ്